വാര്യഞ്ചിറ വിദ്യാലയത്തിലെ MPTയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഐക്കോൺ ഹോസ്പിറ്റലിലെ മെൻറ്റർ ശ്രീ രാഹുലാണ്. രാഹുലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് നയിക്കാനായി എത്തിയിരിക്കുന്നത് ശ്രീമതി അനുരാധ, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഷൊർണൂർ DPC ശ്രീമതി ബിന്ദു ടീച്ചറെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ രക്ഷിതാക്കളോടും പങ്കെടുക്കാൻ വളരെ നിർബന്ധപൂർവം പറഞ്ഞതാണ്. നമ്മുടെ മക്കളുടെ ഡിസബിലിറ്റീസ്, അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിന് വേണ്ട ശ്രമം നടത്തിയാൽ അതൊക്കെ മാറിക്കിട്ടുമെന്നും അത് നിങ്ങളുടെ രക്ഷിതാക്കളായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എത്തിയിട്ടുള്ളത്. എല്ലാം ജീവിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ശോഭനമായ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മൾ കുട്ടിയെ സ്കൂൾ തലങ്ങളിൽ, അതായത് pre-KG മുതൽ LKG ചേർക്കുന്നു, UKG ചേർക്കുന്നു, 1, 2, 3, 4 അങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സിലൂടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തും. അല്ലെങ്കിൽ കഴിവിൻ്റെ ഈ മാനസികവും ശാരീരികവുമായ കഴിവിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, ബുദ്ധിപരവും ആശയപരവുമായ കഴിവിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, എല്ലാ വിഭാഗക്കാരും അടങ്ങിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെടുക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് അവരോട് തന്നെ ചോദിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം. താങ്ക് യു. ഇൻഫെക്ഷൻസ്, അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് പ്രശ്നങ്ങൾ കൊണ്ട് പഠനവൈകല്യം വരാം. ജനന സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗർഭകാല പ്രശ്നങ്ങൾ, ഇപ്പൊ അമ്മയ്ക്ക് കൂടുതലായിട്ടുള്ള തൈറോയിഡിന് മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, വീഴ്ചകൾ, എന്തെങ്കിലും കാരണങ്ങളെ തുടർന്ന് മരുന്നുകൾ കഴിക്കുകയാണ്. ഈ മരുന്നുകൾ കഴിക്കുന്ന എല്ലാ അമ്മമാർക്കും പഠനവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവും എന്നല്ല പറയുന്നത്. നമ്മൾ പഠനങ്ങൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളും പഠനവൈകല്യത്തിന്റെ കാരണമാവാം. അത്തരം കുട്ടികൾക്ക് ബ്രെയിന് നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യുക മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ. സ്റ്റട്ടറിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹൗ ടു ഡീൽ വിത്ത് സ്റ്റട്ടറിങ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ സ്റ്റട്ടറിങ്, അല്ലെങ്കിൽ നമ്മൾ ചിലരതിനെ സ്റ്റാമറിങ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിനെ വിക്ക് അല്ലെങ്കിൽ വിക്കൽ എന്നുള്ള പേരിലൊക്കെ പറയും. അപ്പോൾ ബേസിക്കലി ഈ സ്റ്റട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമർ, പൊതുവെ നമ്മൾ ഇന്ത്യക്കാരെ സ്റ്റാമറിങ് എന്നാണ് പറയുക. സ്റ്റട്ടറിങ് എന്നുള്ളത് ഒരു മെഡിക്കൽ ടേമാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ US, അമേരിക്കയിലാണ് ഈ അസുഖത്തിനെ സ്റ്റട്ടറിങ് എന്നുള്ള പേരിൽ പറയാം. സ്റ്റാമറിങ് എന്നുള്ള പേര് നമ്മൾ ഇന്ത്യയിലും അല്ലെങ്കിൽ UK, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പറയുന്ന പേരാണ് സ്റ്റാമറിങ്. അത്രയും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ, പേരിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. നമ്മൾ പൊതുവെ മലയാളികൾ വിക്ക് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ വിക്ക് എന്നുള്ളതാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ എങ്ങനെ ഈ വിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ ഇത് വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ മാതൃഭാഷ. അപ്പോൾ ഈ മാതൃഭാഷയിൽ ഒരാൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് ഫ്ലുവൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, മലയാളമായിട്ടുള്ള ഒരാൾക്ക്, അല്ലാണ്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ സ്പീച്ചിൽ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഫ്ലുവൻസി ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയില്ല.